സന എന്ന സിനിമയുടെ പോസ്റ്റർ റിലീസാണ്. ഒരു വലിയ കൈയടി കൊടുക്കാം നമുക്ക്. താങ്ക് യു. എന്തായാലും ഇത്തരം ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു ചലഞ്ചായി, ഒരു മാറ്റവുമില്ല. ഇത്രയും കുട്ടികളുടെ ഒരു കഥ പറയാൻ നമുക്കറിയാം. ഇത്രയും കുട്ടികളോട് നമുക്ക് എപ്പോഴും സഹതാപമാണുള്ളത്. സഹതാപമല്ല വേണ്ടത്, അവരുടെ കരുത്ത് നമ്മൾ പ്രേക്ഷകരിലേക്ക് അറിയിക്കുക എന്നുള്ളത്. ആ ചലഞ്ച് എങ്ങനെയാണ് ഏറ്റെടുത്തത്? എനിക്കത് വളരെ അപ്രതീക്ഷിതമായി നമുക്കൊരു സ്റ്റോറിയാണ്. അത് കാണാനിടയത് 24 ചാനലിലെ ഒരു വാർത്തയായിരുന്നു. ഒരു ഓട്ടിസം ബാധിച്ച കുട്ടിക്ക് സ്കൂളിലൊരു അവസരത്തിന് വേണ്ടി പോയപ്പോൾ ഈ ഓട്ടിസം കാറ്റഗറിയിൽപ്പെട്ട ഡിസബിൾ ആയിട്ടുള്ള കുട്ടികളെ സ്കൂളുകളിൽ എടുക്കുന്നില്ല എന്നൊരു പരാതിയുമായിട്ടൊരു അമ്മയുടെ ഒരു വാർത്തയുണ്ടായിരുന്നു. ആ വാർത്ത കണ്ടപ്പോൾ എനിക്ക് തോന്നി അത് വളരെ തീർച്ചയായിട്ടും അത് ഈ കുട്ടികളെ അവഗണിക്കുക എന്നുള്ളത്. സർക്കാർ തലത്തിൽ സംവിധാനങ്ങളുണ്ട്. 20% സ്കൂളിൽ കൊടുക്കാനുള്ള, ഈ കുട്ടികൾക്ക് സ്കൂളിൽ ചേർക്കാനും അവരെ പഠിപ്പിക്കാനും അതിനുള്ള ടീച്ചേഴ്സിൽ നിൽക്കാനുള്ള ഒരു അവസരം ഉണ്ടെന്നാണ് ഞാൻ എൻ്റെ അറിവ്. പക്ഷെ അതിന് മുമ്പ് എനിക്ക് പറയേണ്ട ഒരു കാര്യമില്ല. കാരണം ഞാനൊരു വേദിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ വലിയൊരു പ്രോഗ്രാമിലാണ്. ആ സമയത്ത് ഈ സന എന്ന് പറഞ്ഞ കുട്ടിയുടെ അമ്മ ഗ്ലാഡി എന്നെ ഒന്ന് പരിചയപ്പെട്ടു. അപ്പോൾ ആ പരിചയപ്പെടലിലൂടെ പറഞ്ഞു എൻ്റെ മോൾക്ക് ഒരു അവസരം കൊടുക്കുന്നു. അത് അങ്ങനെ മാസങ്ങളും അങ്ങനെ കഴിഞ്ഞു പോയി. പിന്നീട് വേറൊരു പ്രോഗ്രാമിൽ, ആ പ്രോഗ്രാമിൽ വെച്ചിട്ട് വീണ്ടും എന്നെ കണ്ടു. എനിക്കൊരു അവസരം എൻ്റെ മോൾക്ക് കൊടുക്കുക സാറായിരുന്നു. ഒരു ചെറിയൊരു വേഷം കൊടുത്തു. അവൾ ഭയങ്കര ടാലൻ്റുള്ള കുട്ടിയാണ്. അവൾക്കൊരു അവസരം എപ്പോഴെങ്കിലും ഒരു സാറ് വേഷം മറക്കരുത് എന്ന് പറഞ്ഞിട്ട് പോയി സ്ഥലത്തേക്ക് എടുത്തിട്ടാണ് പോയി. പക്ഷെ അതിന് ശേഷമാണ് ഞാൻ 3 മാസങ്ങൾക്ക് ശേഷം ഈ വാർത്ത കണ്ടപ്പോൾ അപ്പം ഇതിനെക്കുറിച്ച് സബ്ജക്റ്റ് എഴുതാൻ ഞാൻ നിർബന്ധനായിരുന്നു. ആ സബ്ജക്റ്റ് ചെറിയ രീതിയിലൊരു ഡോക്യു ഫിക്ഷനായിട്ട് ഞാൻ തുടങ്ങി വെച്ചതാണ്, അല്ലാതെ സിനിമയായിട്ടല്ല. ആ ഡോക്യു ഫിക്ഷൻ ഇപ്പോൾ എന്നെ സംബന്ധിച്ചൊരു വലിയ സിനിമയാണ്. അതിൽ അഭിനയിച്ച സനയ്ക്ക് ചെറിയൊരു വേഷത്തിലൂടെ ഞാൻ ഓപ്പൺ ചെയ്തു. സനയുടെ ടാലൻറ്റുകൾ, ആ മിടുക്കിയായ കുട്ടി, അതായത് നമ്മളെക്കാട്ടിലും സാധാരണക്കാരായിട്ടുള്ള കുട്ടികളെക്കാട്ടിലും മിടുക്കിയായിട്ട് അവൾ, ഇപ്പം നിങ്ങൾ കണ്ടില്ലാണ് അവളുടെ പ്രസൻറ്റേഷൻ, അവളവിടെ ചെയ്തതും വരുന്നതും മറ്റുള്ളവരെ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നും ഒക്കെ അവൾക്കറിയാം. എന്നെ അവളുടെ വീട്ടിൽ വേണ്ടി ഞാനൊരു ഓഡിഷൻ നടത്തി. അപ്പോൾ അവൾ പറഞ്ഞ ഒരു ഡയലോഗുണ്ട്. ആദ്യം ചോദിച്ചത് കോഫി വേണം എന്ന് ചോദിച്ചു. ഇത് എൻ്റെ ഗ്രാൻഡ് മമ്മയാണ്, ഇത് എൻ്റെ മമ്മ, ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എനിക്ക് തോന്നില്ല നമ്മുടെ പിള്ളേർ പോലും, എൻ്റെ ഫാമിലിയോട് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ പോലും ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ ഈ കുട്ടിയെ തന്നെ അത് നായികയായി കൂടി ചെയ്താലോ എന്നൊരു കാരണം എനിക്ക് വന്നു. അത് ചലഞ്ചല്ലേ എന്ന് എൻ്റെ അടുത്ത് പലരും ചോദിച്ചു. ആ ചലഞ്ച് ഞാനങ്ങനെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. എന്ത് നഷ്ടം വന്നാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരുപാട് ഡോക്ടേഴ്സുമായിട്ട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ഞാൻ നോക്കി വായിച്ച് വിത്ത് പെർമിഷൻ ഗ്ലാഡി, അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സാധനം സ്റ്റാർട്ട് ചെയ്ത് ഇന്നൊരു സിനിമയായിട്ട് നിലനിൽക്കുന്നു. ഭീകര ലുക്കൊക്കെ ആണല്ലോ, ഭീകരന്റെ ലുക്കൊക്കെ ഉണ്ടല്ലോ, താടിയൊക്കെ നല്ല നടിച്ചു. ഇപ്പൊ പറയുന്ന കേൾക്കുന്നു ഈ സിനിമയെ കുറിച്ച് പറയുന്ന ആ വാക്കുകൾ ഞാൻ ശ്രദ്ധിക്കുകയാണ്. രവിചന്ദ്രന്റെ മുഖത്തേക്കാണ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ആ ഡയറക്ടർ പറയുമ്പോൾ ഇത്തരം ഒരു സിനിമ ആകുമ്പോൾ അദ്ദേഹത്തിന്റെ ചലഞ്ച്, അദ്ദേഹത്തിന്റെ വെല്ലുവിളി, ഇത് പ്രേക്ഷകർ കാണേണ്ട സിനിമയാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് രവിചന്ദ്രൻ? ഞാൻ ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ചില സംഗതികളുണ്ട്. ഞാൻ ഹീറോയിൻ്റെ അഭിനയിക്കുന്ന ആ കുട്ടിക്ക് അങ്ങനെ ഒറ്റ സീൻ പോലും ഇല്ല. പക്ഷേ ആ കുട്ടികൾ, അത്തരത്തിലുള്ള കുറേ കുട്ടികളുള്ള ആ സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഇരിക്കുന്ന കുട്ടികൾ പലരും അത്തരത്തിൽ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണ്. അത് സുന്ദരിയായിട്ടൊരു കുട്ടി എൻ്റെ വീട്ടിൽ പോയിട്ട് അത് ചോദിച്ചു, മോളെ എന്താ പേര്? കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നിച്ചില്ല. അപ്പോൾ വേറൊരു കുട്ടിയോട് ചോദിച്ചു,
സിനിമയിലെ ചേട്ടൻ മരിച്ചില്ല മരിച്ചത്. നമ്മളൊന്നും മരിക്കല്ല, കൊല്ലില്ല ചെയ്തത്. ആ മരിച്ചിട്ടൊന്നും ജീവിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഞാനവിടെ ഒന്നിരിക്കാൻ വേണ്ടി ചിലപ്പോൾ എങ്ങനെയാണ് ഈ കുട്ടികളൊക്കെ ഈ നിലകളിൽ കൊണ്ടുവരുന്ന ടീച്ചേഴ്സിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കുടുംബം. ഒരു സീനുണ്ടായില്ലാത്ത ആ കൊച്ചുകുട്ടിയുടെ പേരിരിക്കാറുള്ള ആ ഒരു ചെറിയ കുട്ടിയാണ്. ആ കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. അവിടെ ഇരിക്കുന്ന മുത്തശ്ശൻ, മുത്തശ്ശൻ അവിടെ വിളിക്കണം, മുത്തശ്ശാന്ന് പറഞ്ഞ് വിളിക്കണം വരുന്നത്. അപ്പോൾ മുത്തശ്ശൻ കൈകൊണ്ട് തന്നെ കാണിക്കണം. കൈകൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ സിസ്റ്ററിനൊന്ന് നോക്കണം. സിസ്റ്റർ പൊക്കോളാൻ അനുവദിക്കും. അപ്പോൾ ഓടിച്ചേരണം, മുത്തശ്ശനെ കെട്ടിപ്പിടിക്കണം. ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഒരു കാലത്ത് ഞാൻ വിശ്വസിച്ചിട്ടില്ല ആ കുട്ടിക്ക് മര്യാദ ചെയ്യുന്നതായിരുന്നു. കാരണം അത്ര പ്രായമുള്ള നമുക്ക് ചെറിയൊരു ഇതുപോലത്തെ ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ്. ഇത് തീരെ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഇത് പഠനം ടേക്ക് പറഞ്ഞ് ആക്ഷൻ എന്ന് പറഞ്ഞ് മോളെ പോയിക്കോന്ന് പറഞ്ഞുകൊണ്ട് അവൾ മുത്തശ്ശാന്ന് വിളിച്ചു. ഞാൻ കൈ കാണിച്ചു. അവൾ നേരെ സിസ്റ്ററെ നോക്കി ഓടി വന്നു. എന്നെ കെട്ടിപ്പിടിക്കാൻ മാത്രമേ പറഞ്ഞുള്ളൂ. അവൾ എൻ്റെ മടിയെ കയറി ചാടി ഇരുന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് മുത്തശ്ശ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സീൻ ഞാൻ ഡബ് ചെയ്യുമ്പോൾ കണ്ട് ഞാൻ കരഞ്ഞു വെച്ചു. വല്ലാത്ത ആ കുട്ടിയുടെ ആ പെർഫോമൻസ് എനിക്ക് അഭിനയിക്കാതിരിക്കാം. ഞാൻ അഭിനയിച്ചു എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഗ്ലിസറിനൊന്നും യൂസ് ചെയ്തിട്ടില്ല സീനിൽ. ഈ കൊച്ചിൻ്റെ പെർഫോമൻസ് കണ്ട് ഞാൻ കരഞ്ഞു പോയത്. അമ്മായി പെർഫോം ചെയ്യാൻ കുട്ടി ഒരു കുറവും ആ കുട്ടികളായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഞാൻ സിസ്റ്ററോട് ചോദിച്ചു, സിസ്റ്ററെ അവർക്കൊരു കുഴപ്പമില്ല. സിസ്റ്റർ പറഞ്ഞതെന്ന് വെച്ചാൽ വളരെ മൈൻഡായിട്ട് കണ്ടിട്ടുള്ളൂ. അധികം താമസിക്കാതെ കുട്ടി വരുന്നതൊക്കെ ശരിയാവും. മനസ്സിലായി? എത്രയോ കുട്ടികൾ ഞാൻ ചോദിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടി മോളെ എത്ര വയസ്സായി ചോദിച്ചു. 17 വയസ്സായി. 4 വയസ്സിൻ്റെ ആ പ്രായത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ ഈ കുട്ടികളൊക്കെ ഞാൻ ഈയിടെ തന്നെ സത്യനന്ദിക്കാടിൻ്റെ അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് 100 കുട്ടികൾ തമ്മിലുണ്ട്. അവിടെ വലിയ ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നല്ല കൃത്യമായിട്ട് താളത്തിലിട്ട് ഡാൻസ് ചെയ്യുന്ന കുട്ടികൾ അതിനകത്തുണ്ട്. അപ്പോൾ ചോദിച്ചാൽ പ്രശ്നമൊന്നുമില്ല. പ്രശ്നമുണ്ടായിരുന്നു. കുറേ വർഷങ്ങളായിട്ട് കൊണ്ടുവന്നാൽ ഇവർക്ക് തെറ്റാണ്. അത് തുടങ്ങി വെച്ചതാണേ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. സത്യനൊക്കെ പിന്നീട് വരുന്ന ആൾക്കാർ ഒരു മെയ്സിനാണ് സാധാരണ പഠിക്കുന്നത്. അതുപോലത്തെ മറ്റൊരാൾ. ഈ 2 പേരും കൂടെ ഇത് കണ്ടിട്ട് ഈ കുട്ടികൾക്ക് വേണ്ടി തുടങ്ങി വെച്ചൊരു ചെറിയ കൊച്ചു സ്കൂളാണ്. ഇന്ന് 100 ആൾക്കാരുണ്ട്. വളരെ ബുദ്ധിമുട്ടിയിട്ട് അപ്പോൾ എനിക്ക് തോന്നി എന്താണെന്നറിയോ, നല്ല മനസ്സ് പലപ്പോഴും വളരെ വളരെ സാധാരണക്കാരുടെ കൂടെ നിൽക്കുന്നതാണ്. അവരാണ് തുടങ്ങി വെച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ എല്ലാവർക്കും വലിയ പാഠമായി. പിന്നീട് ചില ആവശ്യങ്ങൾക്ക് വന്നു. സത്യനെ കണ്ടു. സത്യനെ പുറകിലുണ്ട് മക്കളെ എല്ലാവരും എല്ലാവരും കൂടി ചേർന്നപ്പോൾ 100 കുട്ടികളുണ്ട്. നമുക്ക് കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളെ കൊണ്ട് നടക്കുന്ന അവരെ പരിചരിക്കുന്ന ടീച്ചേഴ്സിനെ നമ്മൾ നമിക്കണം. അത്ര സ്നേഹത്തോടു കൂടിയാണ് കുട്ടികളെ. ഞാനിത് പറയാൻ കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഈ ഭിന്നശേഷി എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ അടുത്ത് മൂർക്കനിക്കൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്കൂളിൽ ഇതുപോലെ ഒരു ക്ലാസ് ഉണ്ട്. അവിടെ ചെന്നപ്പോൾ എനിക്കൊരു സമ്മാനം തോന്നി. ഒരു കുട്ടി ഉണ്ടാക്കിയ ഒരു നല്ല ഭംഗിയുള്ള കൈകൊണ്ടുണ്ടാക്കിയ എന്നുവെച്ചാൽ ഇവർക്കൊക്കെ ചില പ്രത്യേക ലൈനിൽ നല്ല ശേഷി. അത് പൊതുവെ മറ്റുള്ളവരുമാരി പൊതുവെ എല്ലാ സ്ഥലത്തും വരുന്നില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും അവരെ ആ ലൈനിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നുള്ളതന്നെ അച്ഛനമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ സങ്കടത്തെ വെച്ച് ഈ കുട്ടികളെ ഡെവലപ്പിൽ കൊണ്ടുവരുന്നതിന് മുമ്പുള്ള വലിയ സങ്കടം. എപ്പോഴും അവർ പറയുന്നത് വെച്ചാൽ ഞങ്ങളുടെ അവരുടെ ദുഃഖം പലപ്പോഴും തോന്നുന്നത് കണ്ടിട്ടുണ്ട്. പല പേരൻസും അറിയാം. ഈ തേനൂരെന്ന് പറഞ്ഞ ഒറ്റപ്പാലത്ത് തേനൂരെന്ന് സ്ഥലത്ത് പോയി വലിയ സംഭവം തുടങ്ങിയാണ്. അത് ഇങ്ങനെയുള്ള കുട്ടികളുടെ പാരൻസിനും കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ്. അത് വലിയ സൊസൈറ്റി ഉണ്ട്. ആ സൊസൈറ്റി ഇവരുടെ കാലശേഷവും ഈ കുട്ടികളുടെ എല്ലാ ചുമതലകളും ഏറ്റെടുക്കുകയാണ്. ആ കുട്ടികളെ പഠിപ്പിക്കാൻ എല്ലാ സൗകര്യങ്ങളുണ്ട്. ഒരിക്കലും മാറ്റി നിർത്തേണ്ട കുട്ടികളല്ല ഇത്.
നമ്മുടെ കൂടെ തന്നെ കൊണ്ടു നടക്കേണ്ട കുട്ടികളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ എന്ന നിലയിലല്ല, ഒരു പാഠപുസ്തകമായിട്ടായിരിക്കും മറ്റുള്ളവർക്ക് ഇത് കാണുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് വായിച്ച് അത് കണ്ട് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ മാറും. ഈ കുട്ടികളെ സ്നേഹിക്കാനും അവരെ കൂടെ കൊണ്ടു നടക്കാനും അവരെ നമ്മുടെ സൊസൈറ്റിയുടെ വലിയ ഭാഗമായിട്ട് തന്നെ കൊണ്ടു നടക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തോടെയാണ് ആ സിനിമ കഴിയുന്നത് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ്. തീർച്ചയായിട്ടും